ഹായ് CPX ടോക്കിൽ ഇന്ന് എൻ്റെ കൂടെ ചേരുന്നത് സിനിമ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ആദ്യത്തെ ചുവട് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവ സംവിധായകനാണ്. വെൽക്കം ചെയ്യാം സജിൽ മമ്പാട്. വെൽക്കം ടു CPX ടോക്ക്. വിടരും മുമ്പേ വിടരും മുമ്പേ പോയി മലരകൾ അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫിലിം എപ്പോഴായിരുന്നു? 8th പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ് ഇരിക്കുന്നത്. എനിക്ക് ലിയോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യാണ്ടാണ്. ഞാൻ ഹക്കീമിനോട് കഥ പറയുമ്പോൾ എനിക്ക് 23 വയസ്സാണ്. പക്ഷെ ഇപ്പം എനിക്ക് 24 കഴിഞ്ഞത് 25ലേക്ക് കടന്നു. അങ്ങനെയാണ് സംഭവം. കാരണം സിനിമയാണല്ലോ. നമ്മളെ കൂടെ നടക്കുന്നവർ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ഉണ്ടാവാമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ കടകന്റെ ടെൻഷനിലാണ്. അതെ, ടെൻഷനിലാണ്. ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കൊമേഴ്ഷ്യൽ ആദ്യ സിനിമയാണ്. എങ്ങനെ പോകുന്നു കടകന്റെ പരിപാടികളൊക്കെ? നന്നായിട്ട് പോകുന്നു. അവസാന സ്റ്റേജിലാണ്. വർക്കുകളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ തീരാറായി. പടം ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെതായിട്ട് ടെൻഷനുണ്ട്. 1-ാം തീയതി റിലീസാണ്. അങ്ങനെയൊക്കെ. ഒരു സംവിധായകന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ കടകൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത് കടകനെ കുറിച്ച്? ഒരു കൊച്ചു സിനിമയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു ചെറിയ സിനിമ എൻ്റേതായിട്ടുള്ള രീതിയിൽ വൃത്തിക്കെടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആളുകൾ കണ്ടിനി അവർ തീരുമാനിക്കണത് എന്താ പരിപാടി എന്നുള്ളത്. ആക്ച്വലി ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കട്ട ലോക്കൽ സിനിമയാണ്. മലബാർ ഏരിയയിലൊരു കട്ട ലോക്കൽ സിനിമയാണ്. ഇനി ആളുകളാണ് തീരുമാനിക്കേണ്ടത് എത്രത്തോളം നന്നായി വന്നിട്ടുണ്ട് എന്നുള്ളത്. ടെൻഷനാണ് പറയാൻ. കഥയൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത് പറഞ്ഞത് ഒരു സുൽഫി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഹക്കീം ഷാജാനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ അശോകേട്ടൻ സുൽഫിയുടെ അച്ഛനായിട്ട് വരുന്ന ക്യാരക്ടറാണ്. ഹൈദർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസും പരിപാടിയൊക്കെയാണ് പടം പറഞ്ഞു പോകുന്നത്. മലപ്പുറത്ത് നിലമ്പൂർ ഏരിയയിലാണ് സിനിമ നടക്കുന്നത്. ചെറിയൊരു മണൽ മാഫിയ പരിപാടി അടിയിലൂടെ അങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രെയിലർ ഇപ്പോഴത്തെ റിലീസ് ആയിട്ടുണ്ട്. ഫുൾ അടിയാണ് വരുന്നത്. ഒരു അടിപ്പടമാണോ? അടിപ്പടം എന്ന് പറയാൻ പറ്റില്ല. ശരിക്കൊരു ഫാമിലി ആക്ഷൻ ഡ്രാമ എന്ന് പറയാം. ശരിക്കൊരു ഫാമിലിയാണ്. ഇത്തിരി ഇമോഷണൽ കണ്ടൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാം ഇതിനകത്തുണ്ട്. ഒരു മിക്സ്ഡ് ജോണറാണ് പടം. പ്രത്യേകിച്ചൊരു ജനറൽ എനിക്ക് പറയാൻ പറ്റില്ല. ശരിക്കും മിക്സ്ഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ബട്ട് ഇത്തിരി ഫൈറ്റും ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചേർത്തിട്ട് ഇത്തിരി കൊമേഴ്ഷ്യലി മേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാനത് കുറച്ച് റിയലിസ്റ്റിക് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത്തിരി കൊമേഴ്ഷ്യലി നിന്നാലാണ് അത് നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു പടം. അപ്പോൾ ആക്ഷൻ മാത്രമല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസിന് പോകുന്നതിന് മുമ്പ് ഞാൻ 1-2 സംഭവങ്ങൾ പറയാം. അത് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഷെയർ ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഷോർട്ട് ഫിലിം വിടരും മുമ്പേ വിടരും മുമ്പേ പോയി മലരകൾ അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫിലിം. എപ്പോഴായിരുന്നു? 8th പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ് ഇരിക്കുന്നത്. എങ്ങനെയായിരുന്നു എനിക്ക് വരവ്? ഓൾറെഡി സിനിമ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് നിൽക്കുമായിരുന്നു. നല്ല ക്രൈസ് ചെയ്യുന്നു സിനിമ. ഫസ്റ്റ് സിനിമ എന്താണെന്ന് അറിയുന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് നടക്കുന്നത്, ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഇതിന് പിന്നാലെ പോയി. ഒരു ആർട്ടിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക്. പുള്ളിയുടെ കൂടെ കുറേ നടന്ന് അങ്ങനെ 8th പഠിക്കുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. അതിൻ്റെ ഭാഗമായി. അങ്ങനെയാണത് സംഭവിച്ചത്. അതിനുശേഷം പിന്നെ ഷോർട്ട് ഫിലിം പിന്നെ ഒരു ധൈര്യം വന്നു. എവിടെയോ ഒരു ചെറിയൊരു ഗ്രിപ്പ് കിട്ടി. പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. പുള്ളിയാണ് കുറേ ഹെൽപ്പ് ചെയ്ത് തന്നെ. ആദ്യത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എങ്ങനെയായിരുന്നു കൂടെയുള്ളവരുടെയൊക്കെ ഒരു റിയാക്ഷൻ? അതിന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അതിന് മറ്റേ വിമുക്തി മിഷൻ്റെ അവാർഡ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇതായി തോന്നിയത്. അപ്പം ഇനി പടം ചെയ്യാം, പടമല്ല ഇനി അടുത്ത ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് ഇങ്ങനെ തോന്നി. പിന്നെ അങ്ങനെ ചെയ്തു പോയി. ഈ ഒരു ഫിലിം അല്ലെങ്കിൽ ആക്ടിങ്ങിനോടൊക്കെ അന്നേതുണ്ടായിരുന്നോ? ഈ ഡ്രാമയൊക്കെ ഡയറക്റ്റ് ചെയ്യായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ. ഞാൻ നാടകങ്ങൾ എഴുതുമായിരുന്നു. കലോത്സവത്തിലൊക്കെ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. 8th ആയിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് അത് നമ്മൾ ചെയ്യുന്ന ആൾ ശരിയായില്ല എന്നൊക്കെ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ കയറി ചെയ്യാൻ നോക്കും. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ശരിയാവാറില്ല. അങ്ങനെയൊക്കെ. ഓക്കെ. അടുത്തത് MES കോളേജ് മമ്പാട്. MES കോളേജ് അടിപൊളിയാണ്. അവിടെ നിന്നാണ് ഞാൻ കാടോരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എൻ്റെ 2 ടീച്ചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് നമ്മുടെ അവിടെ വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന സമയത്ത്
ഞാനിങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം സുമോദാട്ടം തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഫീച്ചർ ഫിലിം ചെയ്തു. കൊമേഴ്ഷ്യലി വലിയൊരു കണ്ടന്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഒരു പാരലൽ സിനിമ ചെയ്തു. നിലമ്പൂരിനായിരുന്നു. അതെ അതെ, നിലമ്പൂരിന് ബേസ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാടോരായിരുന്നു, അതിപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ട് ഓക്കെ. അടുത്ത് ഇപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ കോളേജിലായാലും ഇപ്പോൾ ഉള്ളതായാലും ചുറ്റുമുള്ള ഫ്രണ്ട്ഷിപ്പ് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? ഫ്രണ്ട്സാണെല്ലാം ശരിക്കും അല്ലേ, അങ്ങനെയല്ലേ? നമ്മുടെ കൂടെ നിൽക്കുന്ന സർക്കിളുള്ള ആളുകൾ നമുക്ക് എത്രത്തോളം മോട്ടിവേഷൻ തരുന്നോ, നമ്മൾ ചെയ്യുന്നത് ഇത്തിരി മോശമായാൽ പോലും അവർ ഭയങ്കര അതിനെ എൻകറേജ് ചെയ്യുമ്പോൾ ഇത് നല്ലതാ, അത് നീ ചെയ്തോടാന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ നടക്കുന്നവർ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുക വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ആദ്യം നെഗറ്റീവ് പറയാൻ നിൽക്കില്ല, ആദ്യം അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അളിയ അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആകുമായിരുന്നു എന്ന് പറയും. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ പെട്ടെന്ന് നീ ആ ചെയ്ത് ശരിയായില്ല എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് പോസിറ്റീവ് കണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എത്രത്തോളം പോസിറ്റീവ് പറയോ അത്രത്തോളം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹക്കീം ഷെയ്ഖ് ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ടായി ഈ ഒരു ഏജിനെ കുറിച്ച് പറഞ്ഞു. സജിലിന്റെ ഏജ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളി പറയുന്നുണ്ട് സജില് അത്രയും ചെറുപ്പാണെങ്കിലും അത് ഓരോ സീനും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു LGP സ്വാധീനം അതിലുണ്ടോ? അതെന്തുണ്ട്, എനിക്ക് ലിയോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്യാണ്ടാണ് എന്നെ പുള്ളിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളത് എടുക്കാൻ പോകുന്നത് അതുപോലെ പ്രിയക്ക് ഞാൻ അതുപോലെ പറഞ്ഞാൽ പ്രിയക്ക് അത് വർക്കാവും. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഹക്കീമിനോട് കഥ പറയുമ്പോൾ എനിക്ക് 23 വയസ്സാണ്. പക്ഷെ ഇപ്പം എനിക്ക് 24 കഴിഞ്ഞത് 25ലേക്ക് കടന്നു. അങ്ങനെയാണ് സംഭവം. കാരണം സിനിമയാണല്ലോ, പതിയെ ആവുള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ലിജോ എനിക്ക് എല്ലാ രീതിയിലും ലിജോയുടെ സിനിമകൾ ഞാൻ പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടനോട് ചോദിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ അതിങ്ങനെ ഞാൻ ആദ്യം അയച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി ഭയങ്കരമായിട്ട് എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കുറെ കാലം മുന്നേ എങ്ങനെ കടകനിലും ഈ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, കടകനിലാണ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിലീസിന് മുമ്പുള്ള ട്രെയിലർ ആയാലും സോങ് ആയാലും ഒക്കെ ആദ്യം ലിയോ ചേട്ടൻ അയച്ചു കൊടുക്കും. പോസ്റ്റർ ഞാൻ അതൊന്നും അയച്ചു കൊടുക്കും ലിയോ ചേട്ടൻ. അപ്പൊ ആദ്യത്തെ സിനിമയാണല്ലോ, കഥ പറയാൻ പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ അല്ലെങ്കിൽ തോന്നലുകളൊക്കെ എന്തൊക്കെയായിരുന്നു? അതെന്താ പറയുക, ഒരുപാട് കഥ പറയാൻ പോയി ഞാൻ, ഒരുപാട് ആൾക്കാരുടെ കഥ പറയാൻ പോയി. അപ്പം എല്ലായിടത്തും എല്ലാം ഓക്കെ ആയിരിക്കും. ഒരുപക്ഷെ ഒന്നെങ്കിൽ ഞാൻ സ്റ്റുഡൻ്റാണ്, ഞാൻ PG പഠിക്കുമ്പോഴാണ് പടം ചെയ്യണത്. ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ തൊട്ട് ഞാൻ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ തന്നെ ഞാൻ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ PG ഒരു ഫസ്റ്റൊക്കെ ആയപ്പോഴാണ് പരിപാടി നടന്നത്. ഒരുപാട് ആർട്ടിസ്റ്റിനോടായാലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനോടായാലും കഥ പറയാൻ വേണ്ടി പോകും. മടുത്ത് മരവിച്ച് ഇനി നിർത്തി വേറെ പരിപാടിക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരും പറയും നീ ഒരു കാര്യം ചെയ്യും, നീ പഠനം തീർക്ക് എന്നിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് വേറെ പരിപാടി അതല്ല, എനിക്ക് വേറെ പരിപാടി എനിക്കില്ല. അത് സിനിമ അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും സിനിമയാണെങ്കിലും നിലമ്പൂര് ആ ഒരു നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ നാട്ടിൽ നിന്നായിരിക്കും, എൻ്റെ നാട്ടിലെ കഥ വെച്ചിട്ട്. അതങ്ങനെയല്ല, എന്താണെന്നറിയോ, നമ്മളിപ്പം നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ സറൗണ്ട്സ് നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ ഒരുപാട് സാധനം അവിടെ തന്നെ തീരാനുണ്ട്. ഇപ്പം ഒരുപാട് സബ്ജക്റ്റ് ആയാലും ഒരുപാട് സബ്ജക്റ്റ് അവിടെ തന്നെ നമുക്ക് എടുത്ത് തീർക്കാനും തീരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ തീർത്തിട്ട് പിന്നീട് പോകാമെന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് ഇവിടെ തന്നെ ചെയ്യണം എന്നുള്ളതൊന്നുമില്ല. ഇനി ചിലപ്പോൾ ഞാൻ കണ്ട സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സബ്ജക്റ്റിനേക്കാൾ അടിപൊളി സബ്ജക്റ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചെയ്യും. ഇപ്പോൾ കടകനായിക്കോട്ടെ, ഞാൻ ഈ സ്റ്റോറി സെറ്റ് ചെയ്തു. നമ്മൾ 2 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെ വിളിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് ഇവിടെയാണിത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ സെയിം സാധനം നമുക്ക് വേറെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം, പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം നമ്മൾ കണ്ടതും കേട്ടതും ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടി നമുക്ക് മേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ.